വാഗ്ദാനങ്ങൾ പലതും നൽകി അധികാരത്തിൽ വന്നവരെ വികസനമെവിടെ സർക്കാരേ കുറ്റ്യാടിയുടെ വികസനം എന്നും മരീചികയാണല്ലോ. വാഗ്ദാനങ്ങൾ പലതും നൽകി കുറ്റ്യാടിയെ വഞ്ചിച്ച MLA-യുടെ ഓഫീസിലേക്ക് ഇതാ വരുന്നു BJP. നാളികേര കർഷകരെ നാളുകളേറെ വഞ്ചിക്കുന്നു. ഇടതന്മാരെ ഭരണക്കാരെ ആര് ഭരിക്കാനറിയില്ലെങ്കിൽ രാജിവെക്കു പോ പുറത്ത്. MLA-യുടെ വാഗ്ദാനങ്ങൾ സുന്ദരമോഹന വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നടത്തില്ല. ഉപ്പിന് മുളകിന് തപ്പിന് തവറിന് ആ വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനം പോലും നടപ്പിലാക്കാൻ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നമ്മുടെ MLA-ക്ക് സാധിക്കില്ല എന്നാണ്. ഒരു പാർക്ക് നിർമ്മിക്കുക എന്ന് കുറ്റ്യാടി MLA കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം നൽകിയ അതിൻ്റെ ഒരു വികസനമോ അതിൻ്റെ ഒരു അതേപോലെ തന്നെ മാഹി കനാലിൻ്റെ കാര്യം കേന്ദ്ര ഫണ്ട് പോലും ഉണ്ടായിട്ട് പോലും ആ മാഹി കനാലിൻ്റെ ഭിത്തികൾ വേണ്ട വിധത്തിൽ അവരെ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ ഭീതി അകറ്റാനുള്ള നടപടിക്രമങ്ങളോ MLA-ക്ക് ഇതുവരെ നടത്താൻ സാധിച്ചില്ല. പൂർണ്ണമായിട്ട് പരാജയമാണ്. മാർക്ക് കൊടുക്കുമ്പോൾ 1% മാർക്ക് പോലും നമ്മുടെ കുറ്റ്യാടി MLA-ക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അത് നമ്മുടെ MLA നമുക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് കാട്ടാൻ പരിപാടി. അതിനെതിരായിട്ട് വലിയ തരത്തിലുള്ള കുറ്റപത്രം രേഖപ്പെടുത്തുകയും അത് പൊതുജന സമക്ഷത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഈ MLA ഓഫീസ് മാർച്ചിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വിവിധങ്ങളായിട്ടുള്ള ഈ ഒരു MLA മാർച്ചിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള വികസനമായിട്ട് നമ്മുടെ കുറ്റ്യാടി മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തെ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണത്തിലുള്ള ഈ ഇടതുപക്ഷം വകയിരുത്തിയിട്ടുള്ള അത്തരം പദ്ധതികൾ പോലും തുടങ്ങാനോ വലിയ രീതിയിൽ പ്രൊപ്പഗൻഡ നടത്തുന്ന ഈ ഗവൺമെന്റിന്റെ അതൊന്നും ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഈ തരത്തിൽ നിരവധി പദ്ധതികളുടെ വലിയ തരത്തിൽ കാണാൻ സാധിക്കുന്നത് ഒന്നും തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങൾ സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന സംവിധാനമാണ് ഈ ഭരണ സംവിധാനം. ഓരോ മണ്ഡലത്തിലെയും MLA-മാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച മാനിഫെസ്റ്റോ ഉണ്ടല്ലോ, ഓരോ MLA-മാരും അവരുടെ മണ്ഡലത്തിൽ വലിയ വികസന രേഖകൾ പുറത്തിറക്കിയിരുന്നു. അവർ പുറത്തിറക്കിയിട്ടുള്ള പ്രകടന പത്രികകൾ, ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഇതാണിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്.
കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമൊക്കെ സൂചിപ്പിച്ചു. ഈ അസംബ്ലി മണ്ഡലത്തിൽ വികസന മുരടിപ്പാട് എല്ലാ രംഗത്തും. MLA കാര്യമായി യാതൊന്നും ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ. അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്യൽ മാത്രമാണ് പ്രധാനപ്പെട്ട പണി, അതായത് തറക്കല്ലിടൽ, വേറെ ഒന്നുമില്ല. പണി പൂർത്തിയാക്കിയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞത് ഈ 5 കൊല്ലത്തിൽ ഒന്നുമില്ല. അതാണ് തറക്കല്ലിപ്പോൾ അവസാന നിമിഷം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പണി പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് MLAക്ക് പറയാൻ സാധിക്കുമോ? കുറ്റ്യാടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്, കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയ്ക്ക് എന്ത് സംഭാവനയാണ് ഈ 5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ കുറ്റ്യാടി മണ്ഡലത്തിൽ നേടാൻ വേണ്ടി സാധിച്ചത്? കുറ്റ്യാടിയിലെ പ്രധാനപ്പെട്ട കൃഷി നാളികേര കൃഷിയാണ്, തെങ്ങ് കൃഷിയാണ്. നമുക്കറിയാം കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും വിത്ത് തേങ്ങ സംഭരിക്കുന്ന ഒരു സ്ഥലമാണ് കുറ്റ്യാടി. കുറ്റ്യാടിയിലെ തേങ്ങയാണ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും തയ്യായിട്ട് വരുന്നത്. പക്ഷെ ആ കർഷകർക്ക് ആവശ്യമായ ഏതെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ബഹുമാനപ്പെട്ട MLA താല്പര്യം എടുത്തിട്ടുണ്ടോ? ഇവിടെ നേരത്തെ സൂചിപ്പിച്ച നാളികേര പാർക്ക്, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ ഈ MLAക്ക് സാധിക്കുമോ? തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ പോകുന്ന ഒരു സ്ഥിതിയിലാണ്. MLAയോട് ഞങ്ങൾ ചോദിക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങ് വാഗ്ദാനം നൽകിയിട്ടുള്ള നാളികേര പാർക്കിന്റെ സ്ഥിതി എന്താണ്? അതിനെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? കുറ്റ്യാടിയിലെ നാളികേര കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് എന്തു ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിചിന്തനം ആവശ്യമല്ലേ? നാളികേരം എന്ന് പറയുന്നത് തെങ്ങ് കൃഷി, അതിലൊന്നും ഒഴിവാക്കാനില്ല സത്യത്തിൽ. പക്ഷേ കേരളം ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കേരളം എന്നാ പേര് തന്നെ. അതിൻ്റെ പേര് അങ്ങനെ കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കേരം തിങ്ങുന്ന നാടായതുകൊണ്ടാണ് കേരളമായത്. പക്ഷെ ആ കേരം തിങ്ങുന്ന കേരള നാട്ടിൽ ഈ കേര കർഷകരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങിയിട്ടുണ്ടോ ഇവിടെ? ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെ ഉണ്ട് ചെയ്യാൻ? പണ്ടൊക്കെ ഇവിടെ ആകെ ഒരു വ്യവസായമേ ഉള്ളൂ, തേങ്ങ വെട്ടി ഉണക്കുക, കൊപ്പരയാക്കുക. മുമ്പാണെങ്കിൽ കോഴിക്കോട് വലിയങ്ങാടി കൊണ്ടുപോയി വിൽക്കുക, അല്ലെങ്കിൽ വടകര കൊണ്ടുപോയി വിൽക്കുക. ഇത് തന്നെയാണ് ആകെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം, വെളിച്ചെണ്ണ മാത്രമാണ്. ഏത് ഈ സാധനത്തിൽ നിന്ന്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി, ഇപ്പോൾ ഇവിടുന്ന് തേങ്ങ ഒളിച്ച് വെള്ളത്തോട് കൂടി തൂക്കിയിട്ട് നേരെ കൊണ്ടുപോവുകയാണ്. കർണാടകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് തിരിച്ചവിടുന്ന് വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഈ ഭരണകൂടത്തിൻ്റെ തലയിൽ എന്താ കളിമണ്ണാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷി, ആ കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് ഒരു ചിന്ത പോലും നമ്മുടെ ഭരണകൂടത്തിനില്ല എന്നുള്ളതല്ലേ നമ്മൾ കാണുന്നത്. ഒരു കുഴപ്പമില്ല.